So ഇന്നൊരു സാറ്റർഡേ ആണ് ആൻഡ് വി ആർ ജസ്റ്റ് എൻജോയിങ് അവർ വീക്കെൻഡ്. ഞങ്ങൾ രണ്ടുപേരും ലൈക്ക് മീ ആൻഡ് മൈ ഹസ്ബൻഡ് വി ബോത്ത് ആർ വർക്കിംഗ് ആൻഡ് ഞങ്ങൾ ഫുൾ വീക്ക് നൈറ്റ് ആണ് വർക്ക് ചെയ്യുന്നത്. സോ ഞങ്ങൾ ഒരു വേറെ ലൈഫ് സ്റ്റൈലാണ്. I don't know how to say it, but yeah. So ഇന്ന് നത്തിങ് സ്പെഷ്യൽ. ഞാൻ വിചാരിച്ചു എന്നും എടുക്കുന്ന പോലെ ഒരു വ്ളോഗ് എടുക്കാൻ. എനിക്കറിയത്തില്ല ഇന്നും പോസ്റ്റ് ആവോ ഇല്ലയോ എന്ന്, പക്ഷേ ഞാൻ വിചാരിച്ചു നമുക്ക് ഒന്ന് എടുത്ത് നോക്കാം അല്ലേ. So what I'm gonna do is basically I'll give my introduction. So I am Ashna. My name is Ashna. Welcome to my channel. And I'm living in Ahmedabad, Gujarat. And I got married recently. My husband's name is Parth. I'll show him when he comes. സോ ഒന്നുമില്ല, ഞങ്ങൾ രണ്ടുപേരും ഒരു US ബേസ് കമ്പനിയിൽ വർക്ക് ചെയ്യുന്നുണ്ട്. ഇവിടെ നൈറ്റ് ഷിഫ്റ്റ് ആണ്, അതുകൊണ്ട് ഡേ ഫുൾ അങ്ങ് ഉറങ്ങാനൊക്കെ പോകും. സോ നൈറ്റ് ആണ് ഞങ്ങൾ എണ്ണിക്കുന്നത്, ഞങ്ങൾ മൊത്തം റുട്ടീൻ ചെയ്യുന്നത് ആൻഡ് എവറിഥിങ്. സോ നത്തിങ്, ഇന്ന് സാറ്റർഡേ ആണ്. ആസ് ഐ മെൻഷൻ, ഞങ്ങളിപ്പം കുക്ക് ചെയ്യാൻ പോവാണ്. സോ പാട്ട് വെളിയിൽ നടന്നുകൊണ്ടിരിക്കുക. ഐ എം നോട്ട് ഷുവർ എൻ്റെ വോയിസ് ഓഡിബിൾ ആണോ അല്ലയോ എന്ന്, പക്ഷേ ഓഡിബിൾ അല്ലെങ്കിൽ ഞാൻ വോയിസ് കോൾ ചെയ്യാം. സോ ഞങ്ങൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ബേസിക് ദാൽ ചാവൽ ആൻഡ് ഉണ്ടാക്കാം അല്ലേ. സോ ദാൽ ചാവലിന് വേണ്ടി ഞാൻ 2 ഉള്ളിയാണ് എടുത്തേക്കുന്നത്. So this is my husband, guys. So അവന്റെ പേര് പാഴ്ത്തുന്നാണ്. പിന്നെ ഞങ്ങള് അങ്ങനെ കുറച്ച് നാള് ഒരുമിച്ചൊക്കെ താമസിച്ചു. ഒരുമിച്ചെന്ന് വെച്ചാൽ അങ്ങനെ ഒരുമിച്ചല്ല, അവൻ എൻ്റെ ഫ്ലാറ്റിൽ വരുമായിരുന്നു, ചിലപ്പോ ഒക്കെ നൈറ്റ് സ്പെൻഡ് ചെയ്യുമായിരുന്നു. സോ ഞങ്ങൾ രണ്ടുപേരും ഭയങ്കരമായിട്ട് മിച്വലി ഒരു എന്താ പറയുന്നേ, ഒരു അണ്ടർസ്റ്റാൻഡിങ്, ഒരു കംഫർട്ടബിലിറ്റി ഞങ്ങളുടെ രണ്ടുപേരുടെ ഇടയിലുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ ഇത് വിചാരിച്ചു വീട്ടില് ഒന്ന് പ്രസന്റ് ചെയ്ത് നോക്കാം. ഞാനിവിടെ താഴെ മൊത്തം പന്നലാക്കി. പിന്നെ ദ മെയിൻ തിങ് വാസ് ഈ ഞങ്ങള് വീട്ടിലൊക്കെ പ്രസന്റ് ആക്കി. എൻ്റെ വീട്ടിൽ ഒട്ടും താല്പര്യമില്ലായിരുന്നു, ബിക്കോസ് ആസ് എവറി വൺ നോ മല്ലു പേരൻസ് ആർ വെരി സ്ട്രിക്റ്റ്, വെരി വെരി സ്ട്രിക്റ്റ്. ആൻഡ് ചിലപ്പം ചില പേരൻസ് ആയിരിക്കും അങ്ങനെ അല്ലായിരിക്കും, എനിക്കറിയില്ല കേട്ടോ. എൻ്റെ പേരൻസ് നല്ല സ്ട്രിക്റ്റ് ആയിരുന്നു. പിന്നെ ഞാനൊന്ന് വീട്ടിൽ പ്രസന്റ് ചെയ്ത് നോക്കി, അവർക്ക് ഇഷ്ടമല്ലായിരുന്നു. പക്ഷേ ഞാൻ അതും പറഞ്ഞായിരുന്നു, നിങ്ങൾക്ക് ഇഷ്ടമല്ല, ഓക്കെ, ഞാൻ അവനെ കെട്ടത്തില്ല, പിന്നെ പിന്നെ ഞാൻ വേറെ ആരെയും കെട്ടത്തില്ല, അത് ഞാൻ പറഞ്ഞു. പിന്നെ എന്തുവാ, എന്റെ മമ്മി പറഞ്ഞു ഈ അവൻ അവൻ എന്നെ കഴിഞ്ഞ 2 വയസ്സ് ചെറുതാണ്. അവൻ എൻ്റെ കയ്യിലും 2 വർഷം ചെറുതാണ്. അതായിരുന്നു മെയിൻ പ്രശ്നം എൻ്റെ വീട്ടിൽ നിന്ന് പറയാൻ വേണ്ടി. ഈ ചെറുതാണോ അതാണ് ഇതാണ് എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര, പക്ഷെ ഈ കാലത്ത് അങ്ങനെ ഒന്നും നോക്കത്തില്ല ആരും. സോ ഞാൻ എൻ്റെ വീട്ടിൽ പ്രസന്റ് ചെയ്തു. പപ്പ ഇച്ചിരി സപ്പോർട്ട് ഉണ്ടായിരുന്നു, പപ്പയുടെ മമ്മി സപ്പോർട്ട് അല്ലായിരുന്നു. പിന്നെ ഞാൻ പറഞ്ഞു, നിങ്ങളെ എതിർത്ത് ഞാനൊന്നും ചെയ്യത്തില്ല, വേണമെങ്കിൽ നിങ്ങൾക്ക് എത്ര വേണമെങ്കിലും ടൈം എടുത്തോ, അവനെ മനസ്സിലാക്കാൻ ടൈം എടുത്തോ വേണമെങ്കിൽ. പിന്നെ ഇവൻച്വലി എൻ്റെ പപ്പയ്ക്ക് കുറച്ച് പ്രോബ്ലം ഉണ്ടായിരുന്നു. ഐ മീൻ നോട്ട് വിത്ത് പാർട്സ്, like as an individual he was suffering from kidney damage, and he passed away in 2024. ആൻഡ് പപ്പയുടെ വിഷയമായിരുന്നു എന്നെ കല്യാണം കഴിച്ച് കാണണമെന്ന്, പക്ഷെ അത് നടന്നില്ല. എനിക്ക് ആ ഒരു ഗിൽറ്റ് ഇന്നും എൻ്റെ ജീവിതത്തിൽ കാണും. അത് ഒരിക്കലും മാറാൻ പറ്റാത്ത ഒരു ഗിൽറ്റാണ്. പക്ഷേ എനിക്കറിയില്ല, ഞാൻ ഒത്തിരി പാർട്ടിനെ കാണുന്നതിന് മുമ്പേ തന്നെ എനിക്ക് ഒത്തിരി കല്യാണ ആലോചനയൊക്കെ വന്നിട്ടുണ്ട്.
പക്ഷെ ഒന്നും ഒരു സെറ്റ് ആവുന്നില്ലായിരുന്നു, ഒരു കണക്ടിവിറ്റി ഫീൽ ചെയ്യുന്നില്ലായിരുന്നു. ഞാൻ ഒത്തിരി എനിക്കറിയില്ല ഞാൻ എത്ര പേരോടാ സംസാരിച്ചിരുന്നല്ലോ. ചിലപ്പം അവരുടെ ലൈഫിൽ ഞാനൊരു നെഗറ്റീവ് ക്യാരക്ടറായിട്ടും വന്നിട്ടുണ്ടായിരിക്കും, എനിക്കറിയില്ല. ഐ എം റിയലി സോറി അങ്ങനെ ആരെങ്കിലും ഉണ്ടെങ്കിൽ. ആൻഡ് ഞാൻ അങ്ങനെ ജാൻബൂജിക്കൊന്നും അല്ല, പക്ഷെ എനിക്കൊരു കണക്ഷൻ ഫീൽ ആവാതെ ഞാൻ അയാളുടെ കൂടെ എങ്ങനെയാണ് ഫുൾ ലൈഫ് സ്പെൻഡ് ചെയ്യാൻ വേണ്ടി നോക്കേണ്ടതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഐ വാസ് വെരി കൺഫ്യൂസ്ഡ്. ആൻഡ് ദോസ് പീപ്പിൾ ഹു ഐ ടോക്ക്, ദേ ഓൾസോ കൈൻഡ് ഓഫ് ഫെൽറ്റ് ഇറ്റ് മേ ബി, ബിക്കോസ് ഞാൻ കമ്മ്യൂണിക്കേഷൻ ചെയ്യാറ്, എനിക്ക് ഓൾറെഡി കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പ് ഉണ്ട്. എനിക്ക് ഫോണിൽ സംസാരിക്കാൻ ഒക്കെയാണ്, പക്ഷെ എനിക്ക് ചാറ്റിങ് പറ്റത്തില്ല. എനിക്ക് ചാറ്റിങ് ഇഷ്ടമേ അല്ല. ഞാൻ എന്തെങ്കിലും ഇമ്പോർട്ടൻറ്റ് ചാറ്റ് ചെയ്യണമെങ്കിൽ ഞാൻ വോയിസ് നോട്ടാണ് ഇടുന്നത്. സോ അങ്ങനൊക്കെ ഇപ്പൊ നമ്മൾ എന്തിനാ സാഡ് സ്റ്റോറിയിലായി മാറിയത്? അത് വിട്. വെയിറ്റ്, ഞാൻ സോങ് ഒന്ന് ചേഞ്ച് ചെയ്തിട്ട് വരട്ടെ. എന്റെ മലയാളം കുറച്ച് വീക്കാണ്, സോ പ്ലീസ് ഡോണ്ട് മൈൻഡ്. മലയാളം പറയുന്നത് തന്നെ ഒരു വലിയ കാര്യമാണ് കേട്ടോ. എനിക്ക് വായിക്കാനോ അതോ എഴുതാനോ അറിയില്ല. ഓക്കെ സാർ, ഞാനിപ്പോ ഒന്ന് ഇച്ചിരി സ്പീഡിൽ ഇതൊക്കെ അറിയട്ടെ, എനിക്കൊന്ന് വിഷമമോ. ഇത് ഞാൻ എന്തുവായിരുന്നു പറഞ്ഞോണ്ടിരുന്നതാ? സത്യത്തിൽ മറന്നു ഞാൻ എന്ത് പറഞ്ഞോണ്ടിരുന്നു. മലയാളം. എന്റെ മലയാളം കുറച്ച് നല്ലതായിട്ട് വീക്കാണ്. പക്ഷെ എനിക്ക് സംസാരിക്കാൻ പറ്റും, എനിക്ക് മനസ്സിലാവും മലയാളം സംസാരിക്കുന്നത്. ഞങ്ങൾ വീട്ടില് മലയാളമാണ് സംസാരിക്കുന്നത്. ഞാനും എന്റെ ബ്രദറിന്റെ ഒരു ചെറിയ അനിയനുണ്ട്. ഞാനും അവര് ഹിന്ദിയിലാണ് സംസാരിക്കുന്നത്, പക്ഷെ മമ്മിയോടും പപ്പയോടും സംസാരിക്കാൻ നേരത്തെ ഞങ്ങള് മലയാളത്തിലാണ് സംസാരിക്കുന്നത്. പിന്നെ മമ്മിയും പപ്പയും ഏക് ദൂസരെ മലയാളത്തിലായിരുന്നു സംസാരിച്ചുകൊണ്ടിരുന്നത്. സോ അങ്ങനെ മലയാളം അറിയാം, പക്ഷെ എഴുതാൻ വായിക്കാൻ അറിയില്ല. ഞാൻ ഇപ്പം ലാസ്റ്റ് നാട്ടിൽ പോയപ്പോ, കല്യാണത്തിന് മുമ്പ് നാട്ടിൽ പോയപ്പോ എനിക്കൊരു കുഞ്ഞ് കസിൻ ഉണ്ട്, എന്റെ മാമിയുടെ മോള്. അവൾ എന്നെ ഇരുത്തി ഈ ഒക്കെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുവായിരുന്നു. ഇച്ചിരി അക്ഷരം അറിയാം, കുറച്ച്. സോ ഞാൻ നിങ്ങൾക്ക് ദാലിന്റെ റെസിപ്പി കാണിക്കാം കുറച്ച്. സോ ഞാനിങ്ങനെ ഇതിനെ സ്ലൈസർ ചെയ്തു. ഞങ്ങള് സാറ്റർഡേ ആണ് കേട്ടോ എല്ലാം ഡിസൈഡ് ചെയ്യുന്നത്, ഈ വീക്കിലെ മൊത്തം കാര്യങ്ങള് ഇങ്ങനെ. സോ ഇത് നമുക്ക് സാലഡിന് വേണ്ടി. സോ ദാലിന് വേണ്ടി നമുക്ക് ഒരു തക്കാളി, പിന്നെ ഒരു കഷ്ണം ഇഞ്ചി, അത്രയും ഇഞ്ചി വേണ്ട, പിന്നെ ചില്ലി. ഞാൻ നല്ല എരി കഴിക്കുന്ന ആളാണ്. സോ ഞാൻ 2 or 3 ചില്ലീസ് ഇവിടെ എടുക്കുന്നുണ്ട്. പിന്നെ ഗാർലിക് ഒരു 5 or 6 ക്ലോവ്സ് എടുക്കണം. ഞാനൊരു 7-8 എടുത്തിട്ടുണ്ട്, ബിക്കോസ് ഐ ലൈക്ക് ഗാർലിക്. സോ ഐ ആം ഗോണ ടേക്ക് ദിസ് മച്ച്. എനിക്കറിയില്ല കേട്ടോ, ഞാൻ മലയാളത്തിൽ സംസാരിക്കണോ അതോ ഹിന്ദിയിൽ സംസാരിക്കണോ അതോ ഇംഗ്ലീഷിൽ സംസാരിക്കണോ എന്നൊന്നും എനിക്കറിയില്ല. സോ ഇന്ന് വന്നത് ഞാനങ്ങ് സംസാരിച്ചു, പിന്നെ അതിനകത്ത് അങ്ങ് കണ്ടിന്യൂ ചെയ്യാൻ വെച്ച. ഇനി നെക്സ്റ്റ് ടൈം നമുക്ക് ഹിന്ദി പിടിക്കാം. ഓക്കെ, സോ ഞങ്ങൾക്ക് ഇവിടെ ഒരു ഇങ്ങനത്തെ എന്തോ പറയുന്നത് എനിക്കറിയില്ല, അതുണ്ട്. അതിനകത്ത് നമുക്ക് ഇട്ടങ്ങ് വെക്കാം. സോ ഗാർലിക്,
പിന്നെ ഞാൻ ഇത് ഇങ്ങനെ തന്നെ ഇടുക കേട്ടോ. ഇത് ഞാൻ ചോപ്പ് ചെയ്തല്ല ഇടുന്നത്. ലാസ്റ്റ് കാണിക്കാം. സോ ഞാനിവിടെ ഉള്ളി എടുത്തത് 2 ഉള്ളിയാണ്. ഒരു മീഡിയം സൈസും ഒരു കുറച്ച് വലിയ സൈസും. പിന്നെ അതിന്റെ ഒരെണ്ണം ഫുള്ളും ഒരെണ്ണം ഹാഫും ആണ് ഞാൻ ഇത് ചോപ്പ് ചെയ്തെടുത്തത്. മറ്റേത് സാലഡിന് വേണ്ടിയാണ്. പിന്നെ ഞാൻ ഇഞ്ചിന്റെ ഇത്രയും ഒരു കഷ്ണമാണ് എടുക്കുന്നത്. തൊലി ഇളക്കി കളയണം. చెప్పు సాంగ్ చేంజ్. ഞാൻ പറയുന്നത് വന്നത് ഞങ്ങൾ സാറ്റർഡേ സൺഡേ ആണ് ഞങ്ങളുടെ ഫുൾ വീക്കിന്റെ എല്ലാം പണികളും ചെയ്യുന്നത്. ബിക്കോസ് വി വർക്ക് നൈറ്റ് ഷിഫ്റ്റ്. ഞങ്ങൾ ഫുൾ ഡേ ഉറങ്ങിയേ ചെയ്യുന്നത്. പിന്നെ ഞങ്ങൾക്കൊരു ഹൗസ് ഹെൽപ്പ് ഉണ്ട്. ആൻഡ് തന്ന് തൂത്തും തുടച്ചും പിന്നെ പാത്രം കഴുകി തരും. സോ അതൊരു വലിയൊരു സഹായമാണ്. സോ അവരില്ലായിരുന്നെങ്കിൽ സത്യത്തിൽ എല്ലാം സ്വന്തമായിട്ട് തന്നെ ചെയ്യേണ്ടി വന്നേനെ. അതിന് കുഴപ്പമില്ല, ഞങ്ങൾ 2 പേരേ ഉള്ളു. അതുകൊണ്ട് അത്രയും പന്നലൊന്നും ആവത്തില്ല. പക്ഷെ അവര് വരുന്നത് ഒരു വലിയ ഹെൽപ്പാണ് ഞങ്ങൾക്ക്. സോ അവര് നല്ലതുമാണ് കേട്ടോ. വേറെ നല്ല വരുന്ന ആന്റികളുടെ കൂട്ടൊന്നുമല്ല. സോ നമുക്ക് ഇത് ഞാൻ ഇങ്ങനെ ഇതിനെ കാണാവോ, ഉള്ളി, മുളക് ആൻഡ് ജിഞ്ചർ. ഇതിനെ നമുക്ക് ഉടച്ചെടുക്കാം. സോങ് വെക്കുന്നത് കോപ്പിറൈറ്റ് വരും. എനിക്കറിയത്തില്ല എന്തോ അത് കോപ്പിറൈറ്റ്. చెప్పు. ഓക്കെ, ഞാൻ സൗണ്ട് വെച്ച് വെച്ചു. ബിക്കോസ് സോങ് ഇല്ലാതെ പാട്ടി ഒന്നും നടക്കത്തില്ല സാറേ. ഓക്കെ, സോ നമ്മൾ ഇങ്ങനെ ചതച്ചെടുത്തിട്ടുണ്ട്. അത്ര മതി. ഇനി നമുക്ക് എന്തോ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമുക്ക് ഇതെല്ലാം അകത്ത് വെച്ചിട്ട് ദാലിനെ ഇച്ചിരി ഒന്ന് വെള്ളത്തിനകത്ത് കുതിർത്ത് വെക്കാം ഇച്ചിരി നേരം. സോ ഞാനിവിടെ തുവർ ദാലും, ഇത് കാലി ദാലാണ്. എനിക്കറിയത്തില്ല മലയാളത്തിന് ഇതിന് എന്തോ പറയുന്നില്ല. പക്ഷെ ഇതാണ് സംഗതി, നിങ്ങൾക്ക് അറിയാമായിരിക്കും. ഇതും ഞാൻ ഇച്ചിരി ഇടും. बजेगा प्रेस करिए. ഭയങ്കര ചൂടാണ് ഇവിടെ. വെരി ഹോട്ട്. ഭയങ്കര ചൂടാണ്. വെരി ഹോട്ട്. ഈസ് ലേണിംഗ് മലയാളം right now. So
സോ നമ്മളിവിടെ എല്ലാം ചോപ്പ് ചെയ്തു. ഇനി എനിക്കൊരു ടൊമാറ്റോ മാത്രം ചോപ്പ് ചെയ്താൽ മതി. ദാല് ഞാൻ ഒരു 5-6 പ്രാവശ്യം കഴുകി പിന്നെ ആറുവിൻ്റെ വെള്ളത്തിലാണ് കുതിർത്ത് വെച്ചത്. ഇനി ഇത് ഡയറക്റ്റ് നമുക്ക് ഇടാം. പിന്നെ റൈസ് ഞാനിവിടെ കുതിർത്ത് ഇച്ചിരി വെച്ചിട്ടുണ്ട്. എനിക്കറിയത്തില്ല നിങ്ങൾ ദാൽ എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന്. പണ്ട് ഞാൻ സെപ്പറേറ്റ് ആയിട്ടായിരുന്നു ഉണ്ടാക്കിക്കൊണ്ടിരുന്നത്. ആദ്യം ദാലിനെ മൊത്തം ഇതെടുത്തിട്ട് സീറ്റി വിസിലടിച്ച് കഴിഞ്ഞിട്ട് പിന്നെ സൈഡില് ഗ്രേവി ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ ആ ദാല് മിക്സ് ചെയ്തിട്ട് ഇങ്ങനെ ആ ഗ്രേവിക്ക് അതങ്ങ് ഒഴിക്കുമായിരുന്നു. പക്ഷെ ഇപ്പം ടൈം ഇല്ലാത്തതുകൊണ്ടായിരിക്കും ഇപ്പം ഞാൻ എല്ലാം ഈ കുക്കറിനകത്ത് തന്നെയാണ് ചെയ്യുന്നത്. എല്ലാം ഞാൻ ഈ കുക്കറിനകത്ത് തന്നെയാണ് ചെയ്യുന്നത്. സോ അപ്പൊ ചെയ്യാം, എടുക്കാം. ഇപ്പം ടൈം ആവുന്നുണ്ട്. It's 10:43 right now. ഞങ്ങൾ 8 മണിക്കാണ് എണ്ണീറ്റത്. So it's not a big deal. But yeah, നമുക്ക് എളുപ്പം ഉണ്ടാക്കാം. പിന്നെ എളുപ്പം അങ്ങ് ഫ്രീ ആവുമല്ലോ. പിന്നെ ഞങ്ങൾ ഇച്ചിരി നേരം വെളിയിലോട്ട് പോയായിരുന്നു എഴുന്നേറ്റ് കഴിഞ്ഞിട്ട്. സോ വി ഗോട്ട് ലൈക്ക് ഞങ്ങൾ ഇന്ന് രാവിലെ ഓഫീസ് കഴിഞ്ഞ് ഞങ്ങളുടെ ഒരു ഫ്രണ്ട്സിന്റെ വീട്ടിൽ പോയായിരുന്നു. അന്നേരം അവര് ഒരു പ്ലേസ് സജസ്റ്റ് ചെയ്തായിരുന്നു. ഒരു ചിക്കൻ കിട്ടുന്ന സ്ഥലമായിരുന്നു അത്. അതായത് ചിക്കൻ ഫ്രൈ, തവ ഫ്രൈ എന്നാണ് ഇവിടെ പറയുന്നത്. സോ അവിടെ പോയി ഞങ്ങൾ വിചാരിച്ചൊന്ന് ട്രൈ ചെയ്യാം. സോ ഞങ്ങളൊരു ഡിഷ് കൊണ്ടുവന്നിട്ടുണ്ട്. ഞങ്ങൾ വിചാരിച്ചു ഈ ദാൽ ചാവലിന്റെ കൂടെ വേറെ ഒന്നും ഉണ്ടാക്കണ്ട, അത് ഞങ്ങൾ ട്രൈ ചെയ്യാവുന്നതാണ്. അതൊരു ഡ്രൈ ഐറ്റം ആണ്. ഞാൻ ഇവിടെ കൊണ്ടുവരാം അല്ല. ഓക്കെ, സോ ഞാൻ ഇവിടെ ഗ്യാസിൽ വെച്ചിട്ടുണ്ട്. എനിക്ക് ഇങ്ങനെ കാണിക്കാം. ഇവിടെ ഗ്യാസിൽ വെച്ചിട്ടുണ്ട്. ഭയങ്കര പാടാണല്ലോ ദൈവമേ. ഇതിനകത്ത് നമുക്ക് ഇച്ചിരി ഓയിൽ ഒഴിക്കാം. ഫ്ലെയിം ലോ ആക്കി ചോരെടുത്ത് ചത്ത് പോകുന്നു. ചത്ത് എൻ്റെ കിച്ചണിൽ ലൈറ്റൊക്കെ ഉണ്ട് കേട്ടോ. പക്ഷെ എനിക്ക് എസ്തെറ്റിക് വേണം, അതുകൊണ്ടാണ് ഞാൻ അറിയാലോ. സോ ഇത് ചൂടായി കഴിഞ്ഞിട്ട് നമുക്ക് ഇതിനകത്ത് ക്യുമിൻ സീഡ്സ്, ജീരകം ഇങ്ക് ചോപ്പ് ചെയ്ത അനിയൻസും പ്രാവശ്യം പറയാൻ വന്ന്, പക്ഷെ ഞാൻ പറഞ്ഞില്ലെന്ന് തോന്നുന്നു. സോ സാറ്റർഡേ സൺഡേ ആണ് ഞങ്ങൾക്ക് ഫുൾ വീക്കെൻഡ് എല്ലാം ചെയ്യാൻ കിട്ടുന്നത്. സോ ഞങ്ങള് ഇങ്ങനെ കാണിക്കാം. ഒന്ന് മിക്സ് ചെയ്യാം.
ഓക്കെ, സോ ഇതൊരു ചാർട്ടാണ് ഇവിടെ ഞങ്ങൾ, എനിക്കറിയില്ല എല്ലാം ഉൾട്ടയായിരിക്കും, പക്ഷേ ഇങ്ങനെ ഒരു ചാർട്ട് ഞങ്ങൾ പ്രിപ്പയർ ചെയ്യും. സൺഡേ ഇതൊക്കെ ചെയ്യണം, വെനസ്ഡേ ഇതൊക്കെ ചെയ്യണം. ടിഫിൻ ബോക്സ് ഞങ്ങൾ കൊണ്ടുപോകുന്ന ടിഫിനും, പിന്നെ ഓഫീസ് കഴിഞ്ഞ് വരുമ്പോൾ ഒരു മീല്. ഈ പോയ വീക്ക് ഞങ്ങൾക്ക് 4 ദിവസമേ ഉള്ളായിരുന്നുള്ളൂ, ലോങ് വീക്കെൻഡ് ആയിരുന്നു. അതുകൊണ്ട് ഞങ്ങൾ മൺഡേ ഇൻക്ലൂഡ് ചെയ്തില്ല, ബാക്കി വീക്ക് ഞങ്ങൾ ഇൻക്ലൂഡ് ചെയ്തായിരുന്നു. സോ അങ്ങനെ ഞങ്ങളൊരു ചാർട്ട് പ്രിപ്പയർ ചെയ്യും. അതിനകത്ത് ഞങ്ങള് ഞങ്ങളുടെ വീക്കിലെ ടിഫിന് എന്തൊക്കെ കൊണ്ടുപോകണം, രാവിലെ വന്നിട്ട് ഞങ്ങൾ നൈറ്റ് ആണല്ലോ വർക്ക് ചെയ്യുന്നത്, സോ രാവിലെ വന്നിട്ട് ഞങ്ങൾ എന്ത് കുക്ക് ചെയ്തിട്ട് ആണ് കഴിക്കുന്നത്, അതൊക്കെ ഓൾറെഡി ഒരു പ്ലാൻ ചെയ്ത് വെക്കുമ്പോൾ നമുക്ക് പിന്നെ അയ്യോ വന്നിട്ട് ക്ഷീണിച്ചിട്ട് പിന്നെ ഇങ്ങനെ തിങ്ക് ചെയ്യുമ്പോൾ നീ എന്താ ഉണ്ടാക്കുന്നത്, ആ ഒരു പ്രശ്നമേ ഇല്ല. അങ്ങനെ തന്നെ ഞങ്ങൾ ഒരു വീക്കിലെ ഗ്രോസറി ആണ് കൊണ്ടുവരുന്നത്. പൾസസും അതൊക്കെ എക്സ്ട്രാ ഉണ്ട്, പക്ഷെ വെജിറ്റബിൾസ് അത് റോട്ട് ആവുമല്ലോ, സോ അത് ഞങ്ങൾ ഒരു വീക്കിലാണ് കൊണ്ടുവരുന്നത്. അത് ഒരു വീക്ക് മൊത്തം ചലിക്കണം എന്നാണ് ഞങ്ങളുടെ ഗോള്. പക്ഷെ സോ അങ്ങനെ ഞങ്ങൾ ഫുൾ ഗ്രോസറീസ് ഒരു വീക്കിന്റെ ഞങ്ങളുടെ മെനുവിന്റെ അനുസരിച്ചാണ് ഞങ്ങൾ കൊണ്ടുവരുന്നത്. സോ ലാസ്റ്റ് വീക്ക് അൺഎക്സ്പെക്ടഡ്ലി എന്റെ അമ്മ വന്നായിരുന്നു, നാട്ടിൽ പോവായിരുന്നു. സോ ഇവിടെ നിന്നായിരുന്നു ട്രെയിന്, അഹമ്മദാബാദിൽ നിന്നായിരുന്നു ട്രെയിന്. അപ്പൊ അമ്മ വന്നായിരുന്നു. പിന്നെ അമ്മ വന്നപ്പോൾ എനിക്കിങ്ങനെ ഒരു ആഗ്രഹം, മമ്മിക്ക് സാമ്പാറും തോരനും എല്ലാം ഉണ്ടായി. ഞങ്ങളുടെ മീലിൽ അതൊക്കെ ഞങ്ങൾ ഇൻക്ലൂഡ് ചെയ്യും, പക്ഷെ വീക്കെൻഡിലാണ് ഞങ്ങൾ കൂടുതൽ ഇൻക്ലൂഡ് ചെയ്യുന്നത്. ഞങ്ങൾ ബേസിക്കലി ഞങ്ങളുടെ വീക്കിൽ ഇൻക്ലൂഡ് ചെയ്യുന്നതാണ് ദോശ, അല്ലെങ്കിൽ പറാഠ, റോട്ടി സബ്ജി, ദാൽ ചാവൽ, പുലാവ്, അങ്ങനത്തെ സാധനങ്ങൾ. സോ ഡോ ഒക്കെ, റൊട്ടിക്ക് വേണ്ടി ഡോ ഒക്കെ ഞങ്ങള് ഒന്ന് സൺഡേയില് ഡോ ചെയ്ത് വെക്കും, കുഴച്ച് വെക്കും. പിന്നെ ഞങ്ങള് അത് മൺഡേയും ട്യൂസ്ഡേയും യൂസ് ചെയ്യും. പിന്നെ ഞങ്ങള് അത് കുഴക്കുന്നത് വെനസ്ഡേ ആണ്. അത് അക്കോർഡിങ് ലൈക്ക് തേഴ്സ്ഡേ ഫ്രൈഡേ അതിന്റെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ തേഴ്സ്ഡേയോ, അല്ലെങ്കിൽ ഞങ്ങള് ഇതിന്റെ ചാർജ് തീർന്നു തോന്നുന്നു കേട്ടോ, അതാണ് പോയത്. സോ അങ്ങനെയാണ്. സോ എന്റെ ഹസ്ബൻഡ്, ഞാൻ ഒറ്റയ്ക്കല്ല ഇവിടെ കുക്ക് ചെയ്യുന്നത്, ഞങ്ങൾ രണ്ടുപേരുമാണ് കുക്ക് ചെയ്യുന്നത്. പക്ഷെ എന്റെ ഹസ്ബൻഡാണ് വേറെ പണികൾ. ഇപ്പൊ ഞങ്ങൾ ഇന്ന് വന്നിട്ട് ഫ്രണ്ട്സിന്റെ വീട്ടിൽ പോകുന്നതിന് മുമ്പേ തുണി കഴുകാനിട്ടായിരുന്നു. പിന്നെ ഞങ്ങൾ വന്നപ്പോൾ അതങ്ങ് മറന്നുപോയി അത് അതിനകത്ത് ഇരിക്കുന്നുണ്ടെന്ന്. അപ്പൊ ഇപ്പൊ ഞാൻ വന്ന് കിച്ചണിൽ കയറിയപ്പോൾ റിൻസ് ചെയ്യാനിട്ട് ഇപ്പൊ എല്ലാം പാവം ഉണക്കുവാണ്. പിന്നെ വേറൊരു ലോട്ട്, ഫുൾ വീക്കെൻഡ് ആണല്ലോ തുണി, അതുകൊണ്ട് വേറെ ലോട്ടും ഉണ്ട്, സെക്കൻഡ് ലോട്ട്, അത് ചെയ്തോണ്ടിരിക്കുക. ഇത് അനിയൻസ് ഇച്ചിരി കുക്കായി. അത് കഴിഞ്ഞിട്ട് നമ്മള് ആ ചതച്ച് വെച്ച മിക്സറുണ്ട്, അത് നമ്മള് ഇതിനകത്ത് ഇട്ടു. ഇതിനകത്ത് ഇച്ചിരി ഇത് മൊത്തം ഫുള്ള് നമ്മൾ ഇട്ടു, പക്ഷെ ഇതിനകത്ത് അതിന്റെ ഇച്ചിരി പാർട്ടിക്കിൾസ് ഒക്കെ കാണുമല്ലോ, അത് വേസ്റ്റ് ആക്കണ്ട. സോ നമ്മൾ ഇതിനകത്ത് വെള്ളം ഇടും. ടൊമാറ്റോ കട്ട് ചെയ്യും.
अपडेट्स लगेगा क्या चिप को? लगना तो नहीं चाहिए, मम्मी ने निकाल देती है। ഇത് കുറച്ചായിട്ടുണ്ട്. ഇനി മതലം രണ്ടും കൂടെ മിക്സ് ആക്കി ഇച്ചിരി ഒരു ബ്രൗണിഷ് കളർ വന്നിട്ടുണ്ട്. ലൈറ്റ് ബ്രൗൺ, പിങ്കിഷ് എന്ന് വേണമെങ്കിൽ പറയാം, നോട്ട് ബ്രൗൺ ഓൾസോ. സോ നമുക്ക് ഇതിനകത്ത് ഇച്ചിരി ഇനിയിപ്പം ഉപ്പിടാം. उपेड़ा क्या बना क्या ये? दाल में बनाना था। ഉപ്പിട്ട് കഴിഞ്ഞിട്ട് നമുക്ക് തക്കാളി ആഡ് ചെയ്യാം. എന്താ പ്രശ്നം? लाइट पर नहीं कॉम्प्लेक्स. देखिए कौन सा पैटर्न। अरे मत ढक जाएगा, चलेगा. मेरे को ऐसे लाइट्स अच्छा लगता है. टमाटो इट കഴിഞ്ഞിട്ട് നമുക്ക് बहुत ज्यादा ही अंधेरा हो गया ना. सेट ऐसे करा. हाँ अब इतना अंधेरा नहीं लग रहा. बाकी my bond. ഓക്കെ. സോ നമ്മൾ ഇത് ടൊമാറ്റോ ഇട്ട് കഴിഞ്ഞിട്ട് നമുക്ക് ഇത്തിരി ഒന്ന് ഗ്യാസ് കൂട്ടി വെക്കാം. तेज रहो गैस। वो धोके मेरे को दे देना. इसमें से वो निकाल दे। सब निकाल लिया मैंने. एक या 2 बार धो दिया है. एक और बार धो के आलू वाला खा लिया. मैं और 2-3 बार धो दूंगा। फिर हम पिघला दूसरी हल्दी का और इतना. സ്പെഷ്യലായിട്ട് പറയേണ്ട ആവശ്യമൊന്നുമില്ല. എന്നാലും ഒരു വീഡിയോ ഒക്കെ ഉണ്ടാക്കണ്ടേ. സോ നമുക്ക് ഒരു ടേബിൾ സ്പൂൺ ചില്ലി പൗഡർ. एक बस स्पाइसी ही बनाना सब पहले डाल दिया हुआ है ना। പിന്നെ ഒരു ടേബിൾ സ്പൂൺ കൊറിയൻഡർ പൗഡർ. बस एक make it your recipe. റെസിപ്പി ഞാൻ യൂഷ്വലി ഇത്തിരി സ്പൈസി ആണ് കഴിക്കുന്നത്. അതുകൊണ്ട് നമ്മൾ പറയുമ്പോൾ ഒരു ടേബിൾ സ്പൂൺ ഒക്കെ ഇടുന്നുള്ളൂ. Hey, സോ നമ്മൾ ഇത് ഇട്ട് കഴിഞ്ഞിട്ട് ഇതിനെ ഇച്ചിരി ഒന്ന് കുക്ക് ചെയ്യണം. അത് പിന്നെയും നമുക്ക് ഗ്യാസ് ഒന്ന് സ്ലോ ചെയ്യണം, അല്ലെങ്കിൽ മൊത്തം കരിഞ്ഞു. അതായത് മിക്സ് ചെയ്തിട്ട് ഇനി വെള്ളം ഓർമ്മയുണ്ടോ അതങ്ങ് ഒഴിക്കണം. സോ ഇച്ചിരി ഗരം മസാല ഇടാം. ഞാൻ കിച്ചൺ എക്സ്പ്രസിന്റെ ഗരം മസാലയാണ് ഇതുവരെ യൂസ് ചെയ്തിട്ടുള്ളത്. इतना डाल दो चलेगा। तो हाँ डाल दे चलेगा। പിന്നെ നമുക്ക് ഇച്ചിരി സാമ്പാർ പൊടി.
ഇതെന്റെ സ്പെഷ്യൽ ഇതാണ് കേട്ടോ. ഞാൻ ഇത് ഇച്ചിരി ഇടാറുണ്ട്. ഐ ഡോണ്ട് നോ വൈ, ബട്ട് ഐ തിങ്ക് ഇറ്റ് ഗിവ്സ് എ ഗുഡ് ടേസ്റ്റ്. അവിടുത്തെ സൗത്ത് ഇന്ത്യൻ ആർക്കും എടുത്ത് പറയാൻ പറ്റും തോന്നുന്നു. സോ ഞാൻ ഇച്ചിരി സാമ്പാർ പൊടി ഇട്ടിട്ടുണ്ട് ഇതിനകത്ത്. എല്ലാം നല്ലതായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഇതിനെ ഒന്ന് ലോക്ക് ചെയ്യണ്ട, ജസ്റ്റ് ഒന്ന് അടച്ചു വെച്ച് കുക്ക് ചെയ്യണം. ഇച്ചിരി നേരം കുക്ക് ചെയ്താൽ മതിയായിട്ടോ. ഇച്ചിരി നേരം അടച്ചു വെച്ചേ കൊള്ളാം. സോ ഇനി നമുക്ക് ഈ ദാല് ഇതിനകത്ത് ഇടാം. Oh, darling, darling, baby, you're so very fine. ബാക്ക് എങ്ങനെ ചെയ്യണേ? ഇതാണോ? അറിയില്ല ഇതിനെ ഇങ്ങനെ ബാക്ക് ചെയ്യേണ്ടിയെന്ന്. സോ ഐ വിൽ ഷോ യു ലൈക്ക് ദിസ്. കണ്ടോ, ഇതാണ് നമ്മുടെ ദാല്. ഇങ്ങനെ ആയിരിക്കും. ഞാൻ ലൈറ്റ് ഓൺ ചെയ്യും. This is how it looks now. ഇത്രയും വെള്ളം മതിയായിരിക്കും. എന്നാലും നമുക്ക് ഇച്ചിരി ഒന്ന് ഗ്രേവി വാല ദാൽ വേണമല്ലോ. ചില ആൾക്കാർ പ്രിഫർ ചെയ്യത്തില്ല കേട്ടോ ഗ്രേവി വാല ദാൽ. പക്ഷേ ഇവിടെ പാലത്തിന് ഇച്ചിരി ലൂസ് ദാലാണ് ഇഷ്ടം. സോ ഞങ്ങൾ ലൂസ് ദാലാണ് യൂസ് ചെയ്യുന്നത്. ലൂസ് എന്ന് വെച്ചാൽ വട്ടല്ല കേട്ടോ, ലിക്വിഡി. സോ ഇവിടെ സൈഡിൽ നമ്മുടെ റൈസും കുക്ക് ആവുന്നുണ്ട് കേട്ടോ. കേട്ടോ, ഇവിടെ ദാല്, ഇവിടെ റൈസ്. ഇനി നമുക്ക് ഇതിനെ ഒരു ബോയിൽ വരുന്നിടം വരെ ഒന്ന് ആക്കാം. പിന്നെ നമുക്ക് കുക്കർ ബന്ദ് ചെയ്ത് വെക്കാം. സോ എൻ്റെ പണി ഇവിടെ കഴിഞ്ഞു. ഇനിയിപ്പം ഇതൊരു 2 വിസിൽ വരുന്നിടം വരെ നമുക്ക് ഇതിനൊന്ന് കുക്ക് ചെയ്തിട്ട് അത് ചെയ്തിട്ട് വിസിൽ മാറ്റിയിട്ട് പിന്നെ നമുക്ക് ഇച്ചിരി കൂടെ വെള്ളം ഒഴിച്ചിട്ട് അതിനൊന്ന് ആക്കിയാൽ മാത്രം മതി. ഞാൻ വേണമെങ്കിൽ ലാസ്റ്റ് ഒരു ഫോട്ടോ ഇടാം അല്ലേ, അത് മതിയായിരിക്കും. സോ ഇത്രയും നേരം എനിക്ക് സംസാരിച്ചു ക്ഷീണിച്ചു. ഇനി എനിക്ക് കിച്ചണിൽ ഇച്ചിരി ക്ലീൻ ചെയ്യണം. ഇച്ചിരി ക്ലീൻ ചെയ്യാനുള്ളൂ, അത്രയും നല്ലതായിട്ടില്ല. ഇച്ചിരി ക്ലീൻ ചെയ്തിട്ട് ഈ ഇത് വാഷ് അതങ്ങ് ചെയ്യല്ലേ. ഭയങ്കര ചൂട്, ഭയങ്കര എന്ന് വെച്ചാൽ ഭയങ്കര ചൂട്. ഇതിനകത്തൊരു ബോയിൽ വന്നു കേട്ടോ. ഭയങ്കര ഫാസ്റ്റ് ആണ്. വേണമെങ്കിൽ ഞാൻ കാണിക്കാം. വിശ്വസിക്കുന്നില്ലെങ്കിലോ ബോയിൽ വന്നിട്ടുണ്ട്. സോ നമുക്കിനി ഇതിനൊന്ന് അളക്കാം. നമ്മൾ ഒരു സിം ഇതിലാക്കിയിട്ട് സീറ്റി വരുന്നിടം വരെ ഇനി നമുക്ക് പാത്രം ഒന്ന് കഴുകി വെക്കാം. ഈ വ്ളോഗേഴ്സിനൊക്കെ സമ്മതിക്കണം കേട്ടോ.
ഞാന് ഇപ്പം മലയാളത്തിൽ കാണുന്ന 2 വ്ളോഗേഴ്സുണ്ട്. നല്ല ഒരാളെയാണ് ഞാൻ ഫുള്ളായിട്ട് കാണുന്നത്. ആ ചേച്ചിയെ കണ്ടിട്ടാണ് എനിക്ക് ഇച്ചിരി മോട്ടിവേഷൻ കിട്ടിയത്. എല്ലാവർക്കും അറിയാമായിരിക്കും, തനി മലയാളി എന്ന് പറയുന്ന ഒരു പേജാണ്. ആ ചേച്ചി നെതർലാൻഡ്സിലാണ് ഇപ്പം. പക്ഷേ തനി മലയാളി എന്ന് പറയുന്ന പോലെ തന്നെ സെയിം അവർ എല്ലാം നല്ലതായിട്ട് മലയാളത്തിലാണ് ചെയ്യുന്നത്, മലയാളത്തിലാണ് മൊത്തം പറയുന്നതും എല്ലാം. പിന്നെ നല്ലതായിട്ട് വ്ളോഗിങ് ചെയ്യും കേട്ടോ, സമ്മതിച്ചു കൊടുക്കണം. സോ ആ ചേച്ചിയായിരുന്നു എൻ്റെ ഇൻസ്പിറേഷൻ. സോ ആ ചേച്ചിയെ കണ്ട് 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 ഞാൻ ഒത്തിരി പ്രാവശ്യം വിചാരിച്ചു ഞാൻ ചെയ്യണമെന്ന്. ഞാൻ ഒത്തിരി വീഡിയോസ് ഷൂട്ടും ചെയ്തു, പക്ഷെ ഒന്നും ചെയ്യാൻ പറ്റിയില്ല. ഇത് ചിലപ്പോൾ ഞാൻ ഇടുമായിരിക്കും, ബിക്കോസ് എവറിഥിങ് ഈസ് ഗോയിങ് സ്മൂത്ത്ലി ടിൽ നൗ. സോ ഇത് ഞാൻ ചിലപ്പോൾ ഇടും, എനിക്കറിയില്ല, എന്തുവാ ഒന്നും പറയാൻ പറ്റത്തില്ല. അത്രേ ഉള്ളായിരുന്നു, കഴിഞ്ഞു. പിന്നെ എല്ലായിടത്തും ഒന്ന് പഠിച്ച് ചെയ്തിട്ട് അവിടെ ഇച്ചിരി മെസ്സുണ്ട്, അതൊന്ന് നമുക്ക് ക്ലീൻ ചെയ്യണേ. ഇത് കണ്ടോ നിങ്ങള്, എനിക്ക് ചെറിയ നെല്ലിക്ക കിട്ടി കേട്ടോ. ചെറിയ നെല്ലിക്കയാണ്, കാണാൻ പറ്റുമോ? പക്ഷെ സെയിം നെല്ലിക്ക, ഒരു ഡിഫറൻസ് ഇല്ലേ? നമുക്ക് കഴിക്കാം, നല്ല എന്റെ ഇതിപ്പം ഫസ്റ്റ് വ്ലോഗ് ആയിരിക്കും. ഞാനിപ്പോ ഇങ്ങനെ ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുമ്പോ എനിക്ക് ഇങ്ങനെ ഓർമ്മ വരുന്നു, ഞാൻ ചിലപ്പം ഇടയ്ക്കിടയ്ക്ക് കുറെയൊക്കെ മിസ്സാക്കിയിട്ടുണ്ടായിരിക്കും പറയാൻ. അതും ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നപ്പോ വേറെ എന്തെങ്കിലും വന്ന് അത് കംപ്ലീറ്റ് ചെയ്തിട്ടില്ലായിരിക്കും ചിലപ്പോ. സോറി കേട്ടോ, ആ പറയണം. പിന്നെ എനിക്ക് ആംഗിൾസും ഇപ്പം അറിയില്ല, ഏതൊക്കെ ആംഗിൾസ് ആണ് സെറ്റായി വരണ്ടേ. സോ ഇതൊക്കെയാണെന്ന് തോന്നുന്നു. ദിസ് ഈസ് ദ ചിക്കൻ ഞങ്ങൾ കൊണ്ടുവന്നത് കേട്ടോ. ഇത് മുട്ടയ്ക്കകത്ത് റാപ്ഡ് ബോൺലെസ് ചിക്കൻ ആണ് കേട്ടോ.
ഇതാണ് അവിടുത്തെ സ്പെഷ്യൽ എന്ന് പറഞ്ഞത്. അതുകൊണ്ട് ഞങ്ങൾ ഇത് തന്നെ എടുത്തോണ്ട് വന്നു. എടുത്തോണ്ടല്ല, മേടിച്ചോണ്ട് വന്ന്. ഇത് എൻ്റെ മദർ ഇൻ ലോ ഇട്ട അച്ചാറാണ് കേട്ടോ. നല്ല ടേസ്റ്റി അച്ചാറാണ്. നാരങ്ങയാണ്. പക്ഷെ നമ്മുടെ അവിടുത്തെ അച്ചാർ പോലത്തെ അല്ല. ഇത് വേറെ എന്തോ ഇട്ടുണ്ടാക്കിയത്. ഇത് ഭയങ്കര സൂപ്പർ അച്ചാർ. സോ ദിസ് ഈസ് ദ പ്ലേറ്റ്. ഇങ്ങനെയുണ്ട്. സോ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇനിയും ഞാൻ ചെയ്യുമെന്ന് പ്രോമിസ് ചെയ്യുന്നില്ല, പക്ഷെ ചെയ്യാം, നോക്കാം. ഓക്കെ, സോ താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.